ഈ പാലക്കാട് നിന്നുള്ള റിപ്പോർട്ട് നോക്കിയാൽ ചിറ്റൂർ പുഴയിൽ അകപ്പെട്ട കുടുംബത്തെ സാഹസികമായി കരക്കെത്തിച്ച് ഫയർഫോഴ്സ്. 3 പുരുഷന്മാരും ഒരു വയോധികയുമാണ് കുളിക്കാൻ പുഴയിലിറങ്ങിയതിനിടെ കുടുങ്ങിയത്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെയും രക്ഷപ്പെടുത്തി. ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയാം. ഒരുപാട് രീതിയിൽ ഈ വിഷ്വൽസ് പ്രചരിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ അങ്ങനെ പ്രചരിച്ചതാണ്. എന്തായാലും രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നതാണ് ആശ്വാസം. മൂലത്തറ റെഗുലേറ്റർ തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. വെള്ളം പൊങ്ങിത്തുടങ്ങിയതോടെ ആശ്രയത്തിന് പാറമേൽ കയറി നിന്നു. 1 മണിക്കൂറോളം ഒരേ നിൽപ്പ്. പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി. മൈസൂർ സ്വദേശികളായ ലക്ഷ്മൺ, ഭാര്യ ദേവി, മകൻ സുരേഷ്, ചെറുമകൻ വിഷ്ണു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് നീന്താൻ പറ്റുന്നില്ല, പൊന്തി നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് മാറ്റിയിട്ട് നമ്മൾ അത്ര ഇതായി പോയത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഭീഷണി തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്ക് ആ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ആശങ്കയുടെ മുൾമുനയിലായിരുന്നു രക്ഷാദൗത്യം. ശക്തമായ മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിനെയും അവഗണിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. ഒടുവിൽ 4 പേരും കരയിൽ. രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനാംഗങ്ങളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിനന്ദിച്ചു. സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനെത്തി കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ചാണ് യുവാക്കൾ നിയന്ത്രിത മേഖലയിൽ എത്തിയത്. നിയന്ത്രണങ്ങൾ ലംഘിച്ച് ജലാശയങ്ങളിൽ ആരും ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. 24 പാലക്കാട്. ഈ ചിറ്റൂരിൽ രക്ഷപ്പെടുത്തിയെടുത്ത ശേഷം ഇവരുടെ പ്രതികരണം തേടിയപ്പോൾ അതിൽ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. പേടിയുണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ കാരണം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഈ ഇത്തരം സംഭവങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇത് എന്താണ് പറയുക, അതിസാഹസികമായിട്ടാണ് അവർ രക്ഷപ്പെടുത്തിയെടുക്കുമ്പോഴും അവർ സഹകരിച്ചു എന്നാണ് ഉദ്യോഗസ്ഥരും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞത്.